കുന്നോളം പ്രതിസന്ധികൾക്ക് നടുവിലാണ് ദീപ നിശാന്ത്. വരികൾക്കിടയിൽ ഇന്ന് സംസാരിക്കുന്നത് ദീപ നിശാന്താണ്. ഇങ്ങനെ ഒരു സംസാരം തീരെ പ്രതീക്ഷിച്ചതല്ല. ഒരുപാട് രാഷ്ട്രീയ നിലപാടുകൾ, അതിൻ്റെ പേരിലുള്ള വിയോജിപ്പുകൾ, പ്രതിഷേധം, ഇതൊക്കെ അനുഭവിച്ച ഒരു എഴുത്തുകാരി എന്ന നിലയിലൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഈ കവിതാമോഷണം അല്ലെങ്കിൽ കോപ്പിയടി, അതിൽ ഒരു കുറ്റാരോപിതയായി കുറ്റം തെളിഞ്ഞ് അല്ലെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ദീപയുമായ ഒരു സംസാരം തീരെ പ്രതീക്ഷിച്ചതല്ല. സത്യത്തിൽ ഒരു കുമ്പസാരം പോലെ ഈ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ടല്ലേ നമുക്കും സംസാരം തുടങ്ങാനാവും? തീർച്ചയായിട്ടും അത് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് വന്നൊരു സാഹചര്യങ്ങളും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതെന്തൊക്കെയായാലും ഏത് സാഹചര്യങ്ങളൊക്കെ അതിൻ്റെ ന്യായീകരണങ്ങളായിട്ട് പറഞ്ഞാലും ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പിഴവ് തന്നെയാണ് അത് ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ അതിൻ്റെ പിഴവ് ഇരട്ടി. അധ്യാപകരെ കുറിച്ചുള്ള ഒരു സോക്കോൾഡ് അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം ഒരു കാര്യം കുറേ കൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു കവിതയുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ പ്രത്യേകിച്ച് ഒരു മലയാള അധ്യാപിക കൂടിയാണല്ലോ, അത്തരൊരു വിഷയത്തിൽ ഇത്തരം ഒരു കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം അതിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. അതിലേക്ക് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്നെ ബോധ്യമുള്ള അല്ലെങ്കിൽ എന്നോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. അത് എല്ലാവരോടും പറയാൻ പറ്റാത്തതിൻ്റെ ഒരു നിസ്സഹായത കൂടി എനിക്കുണ്ട്. ഈ സൗഹൃദത്തിൽ നിന്നാണല്ലോ ഇങ്ങനെയൊരു കവിത എത്തുന്നതും അല്ലെങ്കിൽ ദീപ നിശാന്ത് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കുന്നതും ഒക്കെ സംഭവിച്ചത്. പക്ഷേ അതിൻ്റെ അവസ്ഥയിൽ തുടർന്നു പറയാതിരിക്കുന്നത് ഈ ബന്ധത്തെ തന്നെ അവിശ്വസിച്ചും പലതരത്തിലുള്ള പ്രചരണത്തിനും ഇടയാക്കില്ലേ? തീർച്ചയായിട്ടും അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും, പ്രത്യേകിച്ച് ഒരു സ്ത്രീയും പുരുഷനുമാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കവിതകൾ, ആ കവിതയുടെ ഒരു സ്വഭാവം അത് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളൊക്കെ നിരവധിയുണ്ട്. അത്തരം വ്യാഖ്യാനങ്ങളോടൊന്നും എനിക്ക്, കാരണം അങ്ങനെ നമ്മൾ ആത്മബോധ്യങ്ങളിൽ നിൽക്കുക എന്നല്ലാതെ അത്തരം വ്യാഖ്യാനങ്ങളോടൊന്നും എനിക്ക് മറുപടിയില്ല. പക്ഷെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്ന് അതിനൊരു റൂട്ട് കൃത്യമായിട്ടുണ്ട്. ഇത് 2011 എനിക്ക് ഈ കവിത മേൽപ്പറഞ്ഞ വ്യക്തി അയച്ചു തരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ ഈ കവിത മാത്രമല്ല ധാരാളം കവിതകൾ, അത് ആരുടെയൊക്കെ കവിതകളാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഭാഗ്യം അത് ഞാൻ ഈ കവിത എഴുതി അല്ലെങ്കിൽ ഒരു മോഷ്ടിച്ച് പ്രശസ്തയാവുകയാണ് എങ്കിൽ ഈ 2011 മുതൽ 2018 വരെയുള്ള ഒന്നും അല്ലാത്തൊരു ദീപ നിശാന്തിന്റെ കയ്യിൽ ഈ കവിത എത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു കവിത വെച്ചുകൊണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ആവശ്യം നിലവിലില്ല എന്ന് തോന്നുന്നു. മേൽപ്പറഞ്ഞ വ്യക്തിയെ നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. വളരെ നന്നായി സംസാരിക്കുന്ന, അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ പലയിടത്തും പ്രസിദ്ധീകരിച്ച് ഞാൻ നമ്മളൊക്കെ വായിക്കാറുള്ളതാണ്. വളരെ നന്നായിട്ട് സാംസ്കാരിക രംഗത്ത് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന പ്രസംഗങ്ങളിലൂടെ, ചാനലിലെ ചർച്ചകളിലൂടെ ഒക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യും എന്നൊരു തോന്നൽ പോലും എൻ്റെ ഉള്ളിൽ കടന്നു വരുന്നില്ല. അപ്പൊ ഞാൻ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിലാണ് ഇത് പ്രസിദ്ധീകരിക്കേണ്ട കവിതയാണ്, പ്രസിദ്ധീകരിക്കണം. ഇത് മാത്രമല്ല ധാരാളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്ന വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇത് പ്രസിദ്ധീകരിക്കണം എന്ന് ഞാൻ പറയുന്ന സമയത്താണ് ഇത് അങ്ങനെയുള്ള ഒരു ചർച്ചയുടെ ഒരു എന്താ പറയാ, അതിനോട് ശേഷമുള്ളൊരു പിഴവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്. ഈ വിഷയം വരുന്ന സമയത്ത് എന്നോട് 2015 16 പുറത്തിറങ്ങിയിട്ടുള്ള DC-യുടെ ശബ്ദമഹാസമുദ്രം എന്ന പുസ്തകത്തിന്റെ ഒരു പേജ് എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തരികയും ഈ കവിത ഇതിലുണ്ടല്ലോ എന്ന് എന്നെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് 2015 പുറത്തിറങ്ങിയിട്ടുള്ള ശബ്ദമഹാസമുദ്രത്തിനേക്കാൾ എത്രയോ മുൻപേ തന്നെ എൻ്റെ കയ്യിലുള്ള ഒരു കവിതയാണിത്. എൻ്റെ കയ്യിൽ അദ്ദേഹം പാടി അയച്ചിട്ടുള്ള വരികളുണ്ട്. 2015 മുമ്പേ 2011 12 കാലഘട്ടത്തിലൊക്കെ ഇതേ കവിത. ആ ബോധ്യത്തിനാണോ ആദ്യം കലേഷാണ് കോപ്പി അടിച്ചത് എന്ന നിലയിൽ ഇങ്ങനെ ആളുകളെ മാത്രമല്ല, ഞാൻ കലേഷിനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കലേഷിനോട് തന്നെ ഞാൻ തകർന്നു പോവുകയാണ്. എനിക്കത് ഞാൻ ആ സമയത്ത് ഒട്ടും ആത്മാർത്ഥത ഇല്ലാത്ത ഒരു മാപ്പും പറഞ്ഞിട്ടുണ്ട്. മാപ്പല്ല, 29-ാം തീയതിയാന്ന് തോന്നുന്നു ഞാൻ ഉച്ചക്കിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തീർത്തും കാരണം എന്റെ കൺമുമ്പിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സമയത്ത് കലേഷ് കുറ്റവാളിയാണ്. ഞാൻ ഈ വ്യക്തിയുടെ അടുത്ത് ചോദിച്ചു, ഇത്തരം ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു എനിക്ക് അയച്ചു തന്നിട്ടുള്ള മെസ്സേജ് ഇദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തു, ഇത് കലേഷിന്റെ കവിതയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്നോട് പറയുന്ന മറുപടി വളരെ കൺവിൻസിംഗ് ആണ്. ഞാനിത് 2011 അയച്ചു തന്നിട്ടുള്ളതല്ലേ, എത്രയോ മുൻപേ ഞാനിത് എഴുതിയതാണ്, ഇനി എനിക്കിതിലൊന്നും പറയാനില്ല, എന്നെ വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താണ് ഞാൻ ചെയ്യാനുള്ളത് എന്നൊക്കെയുള്ള മറുപടികളാൽ നമ്മെ അത്തരം നുണകൾ കൊണ്ടാണ് പിന്നെ സഞ്ചരിക്കുന്നത്. ഒരു കവിതാമോഷണം എന്നത് പരസ്യമായിട്ടും പരക്കെ അറിഞ്ഞിട്ടും ശ്രീചിത്രൻ അങ്ങനെ തന്നെയാണോ? അതെ, അത് ഇപ്പോഴും എന്റെ ഫോണിൽ ആ മെസ്സേജുകൾ എടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് വിരോധമില്ല. പക്ഷെ അതൊരു പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിനോട് എനിക്കൊരു പേഴ്സണൽ
മെസ്സേജുകളാണ് എന്നതുകൊണ്ട് തന്നെ അത് എനിക്കൊരു അതിൽ പല വ്യക്തികൾ മറ്റു പല കവികളുടെ ഒക്കെ പേരുകൾ അതിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് പറയാനായിട്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ എനിക്ക് വിരോധമില്ല, നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ല. എനിക്കൊരു മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിനെ എന്റെ അടുത്തേക്ക് വരുന്ന ഒരാളെ എനിക്കിത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. ഒരു പൊതുസമൂഹത്തിനെ മൊത്തം ഇത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് ഈ വ്യക്തി ഇയാൾക്ക് ഇങ്ങനെ നുണ പറയേണ്ട കാര്യമില്ല നമ്മളോട്, ഇദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളതായിരിക്കാം എന്ന ഒരു ഉറപ്പിലാണ് ഞാൻ ആ കവിത കലേഷിനെ വെല്ലുവിളിച്ചത്. കലേഷിന്റെ ഇൻബോക്സിൽ പോയി പതിവ് സോഷ്യൽ മീഡിയ ശൈലിയിൽ തീർച്ചയായും ഞാൻ എനിക്കതില് ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു ശരി ഉണ്ടെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യും. അത്ര ആത്മവിശ്വാസം ഉള്ള ഒരാളാണ്. ആ ആൾ തന്നെയാണ് കേട്ടോ ഇപ്പൊ തകർന്നടിഞ്ഞ് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതൊക്കെ. അത് നമ്മളുടെ ശരികൾ ഇടയ്ക്ക് പതറി പോകാം എന്നുള്ളൊരു ബോധ്യമൊക്കെ എനിക്കിപ്പോ ഉണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കലേഷിന്റെ ഇൻബോക്സിൽ പോയിട്ട് ഞാൻ ഒരു മെസ്സേജ് അയക്കുന്നത്, കലേഷാണ് എഴുതിയത് എന്ന് കലേഷിന് ഉറപ്പുണ്ട് എങ്കിൽ കലേഷിന്റെ ബോധ്യങ്ങളിൽ തുടരുക, ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് ചെയ്യുന്നത്. അത്ര ആത്മവിശ്വാസത്തിൽ ഞാൻ ഒരിക്കലും കലേഷിനെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻബോക്സിൽ പോയിട്ട് അത് പറയണമെങ്കിൽ ഞാൻ അത്ര ഉറച്ച് വിശ്വസിച്ചിരിക്കണമല്ലോ. അതിനല്ലേ മലയാളത്തിൽ ഈ ഒരു ഉറച്ച വിശ്വാസമുള്ള ഒരു സുഹൃത്തിന്റെ ചതി എന്ന് മലയാളത്തിൽ. അതെ അതെ തീർച്ചയായിട്ടും. ഞാൻ ആ സുഹൃത്ത് എന്നുള്ള സൗഹൃദത്തിലുള്ള വിശ്വാസമല്ല, അതിലുപരി ഇയാളെ പോലുള്ള ഒരാൾക്ക് ഇത്തരം ഒരു നുണ പറയേണ്ട ആവശ്യമില്ല. ഈ സംഭവം അറിയുന്ന സമയത്ത് ഞാൻ അയാളെ കുറിച്ചുള്ള മറ്റ് ബോധ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അറിവുകളോ ഒന്നും എനിക്കില്ല. സുഹൃത്തുക്കൾ ചിലർ എന്നെ ഉപദേശിച്ചിരുന്നു, ഇതൊരു അബദ്ധം പറ്റിയിട്ട് KPCT ജേണലിലേക്ക് ഒരു ഫയല് മാറി അയച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് അവസാനിപ്പിച്ചോളൂ. ഞാൻ കരുതുന്നത് അങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് ജയിക്കണ്ട. ആത്യന്തികമായി ദീപയുടെ ഒരു വലിയ തെറ്റുണ്ട്, അതിലേക്ക് നമുക്ക് സംസാരം എത്തേണ്ടതായി വരും. ഈ ശ്രീചിത്രനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് പരമാവധി ഞാൻ ആ പേര് പറയാതെ. ഞാനത് ഇത് കേൾക്കുമ്പോഴെല്ലാം എന്റെ ഒരു പ്രശ്നമാണ്. കാരണം ഇത്രമേലൊരു ഇഷ്യൂവിൽ സാങ്കേതികമായ ഒരു പേര് മാറ്റി നിർത്തുന്നത് മാത്രമല്ല, ശ്രീചിത്രൻ തന്നെ കലേഷിനോട് മാപ്പ് പറയുന്ന നിലയിൽ കുറ്റം ശ്രീചിത്രന്റേതായ കുറ്റം ആ കുറ്റസമ്മതമാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. കാരണം അതുവരെ ആ കുറ്റസമ്മതം എഴുതുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീചിത്രൻ ഇടുന്നതിന്റെ തൊട്ട് മുൻപ് വരെ എന്റെ വാട്സപ്പിലേക്ക് വരുന്ന മെസ്സേജുകൾ, ഞാനിതാ ഇനി ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടിട്ട് ഞാനിതൊരു പോസ്റ്റ് ഇടാൻ പോവാണ്, അല്ലെങ്കിൽ ദീപയുടേതാണെന്ന് പറഞ്ഞാൽ മതി, അതിൽ ഉറച്ചു നിൽക്കും, എന്റെ പേരും കൂടി വലിച്ചഴിച്ചു കഴിഞ്ഞ് ഇനി മറ്റു പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും ആളുകൾ ഇടുക, അങ്ങനെയൊക്കെ എന്നെ പിന്നെ ഞാൻ കരുതുന്നത് അയാൾക്കൊരു പ്രസക്തി ഉണ്ട് കേരളത്തിൽ. ആ ഒരു അന്തരീക്ഷത്തിന് ഒരു പ്രസക്തി ഉണ്ട്. ആ പ്രസക്തി അയാളുടെ ഒരു രാഷ്ട്രീയ ജീവി എന്ന രീതിയിലുള്ള അയാളുടെ വളർച്ചയെ ഞാനായിട്ട് തടസ്സപ്പെടുത്തണ്ട, അങ്ങനെ ഒരു മനുഷ്യനെ പാടെ തകർത്ത് കളയണ്ട എന്നൊരു കാവ്യനീതിയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഞാൻ ഇതിൽ എന്റെ പേര് വന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനി വേറൊരാളെ കൂടി വലിച്ചിട്ട് അയാളെ കൂടി പിന്നെ സുഹൃത്ത് അങ്ങനെ ഒരു കവിത സുഹൃത്തിന്റേതാണെന്ന് ധരിച്ച് ശ്രീചിത്രൻ എഴുതിയതാണെന്ന് ധരിച്ചാൽ പോലും ദീപ നിശാന്തിനെ പോലെ ഒരാൾ സ്വന്തം പേരിൽ അത് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നിടത്ത് ഒരു അടിസ്ഥാനപരമായ തെറ്റ് ഇവിടെ തന്നെയാണ് സംഭവിച്ചത്. എന്തുതരം ചിന്തയിൽ നിന്ന് സംഭവിച്ചതാണ്? അതുകൊണ്ട് എന്താണ് നേട്ടം? ഒരിക്കലും അതൊരു വ്യക്തിഗത നേട്ടത്തിനായിട്ട് ചെയ്തിട്ടുള്ളതല്ല. അതെനിക്ക് എങ്ങനെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഒരു ചെറിയ അല്ലെങ്കിൽ ഏതോ ഒരു നേരത്തെ ഒരു പിഴവ് അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ കൊടുക്കേണ്ടി വരുന്നത് എന്റെ ഇന്നോളുള്ള ഒരു എഴുത്തിന്റെയും ഒക്കെ ഒരു എന്റെ ഞാൻ എന്ന വ്യക്തിയുടെ വിശ്വാസ്യത തകർത്ത് കളയാണ്. ഞാൻ ഒരിക്കലും അത്ര ബുദ്ധിഹീനായിട്ടൊരു പ്രവൃത്തി ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം ഞാനൊരു അധ്യാപികയാണ്. അത്രയും സോഷ്യൽ ഓഡിറ്റിങ്ങിലൂടെ അതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ജാഗ്രത കുറവ് മാത്രമായിട്ട് എങ്ങനെ കാണും? ഇത് ജാഗ്രത കുറവാണോ? ജാഗ്രത കുറവെന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധക്കുറവെന്നാണ് അർത്ഥം. പക്ഷെ ഇത് ഇവിടെ സംഭവിച്ചത് ഒരു വലിയ തെറ്റ് തന്നെയല്ലേ? ഞാനത് വിശദീകരിച്ചപ്പോൾ പലപ്പോഴും കണ്ടത് എനിക്കൊരു ജാഗ്രത കുറവ് പറ്റി എന്ന നിലയിൽ പറയുന്നതാണ്. അത് ആ ആദ്യ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത് കലേഷിന്റെ കവിത 2015 വന്നിട്ടുള്ളത്. അതിനു മുൻപ് ശ്രീചിത്രൻ എന്ന വ്യക്തി എനിക്ക് ഈ കവിത അയച്ചിട്ടുണ്ട്. അപ്പൊ കലേഷാണെന്നാണോ പറയുന്നത്? ഇത് ഒരു ശ്രീചിത്രൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളരെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പരിസരം ഒരു കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കലേഷാണെന്നാണോ പറയുന്നത്? ഈ കവിത എന്തിനാണ് മറ്റൊരാളുടെ കവിത കലേഷിന്റേതാണ് എന്ന് സമർത്ഥിക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം കലേഷ് ഒരുപക്ഷെ ആ പുസ്തകത്തിൽ വന്നുകൊണ്ട് ഇനി അത് മാറ്റി പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാണ് എന്ന ധാരണയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ കലേഷ് എന്റെ മുന്നിൽ കുറ്റവാളിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കലേഷിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള മാപ്പിനൊന്നും ഒരു തരത്തിലുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. അത് ഞാൻ തുറന്നു പറയാണ്. പക്ഷെ
ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് കലേഷിനോട് പറയുന്നത് തീർത്തും, അല്ലെങ്കിൽ എൻ്റെ പിഴവിന്റെ പേരിൽ അയാൾ അനുഭവിച്ചിട്ടുള്ള സ്ട്രെയിൻ, ഒരു എഴുത്ത്, സ്വന്തമായിട്ടുള്ള ഒരു വരികൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളോട് വാശി പിടിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിച്ച് തെളിവുകൾ നിരത്തി അത് സമർത്ഥിക്കേണ്ടി വരുന്നതിന്റെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ അതെനിക്കിപ്പോ ബോധ്യമുണ്ട്. ആ അവസ്ഥയ്ക്ക് കാരണക്കാരിയായത് ഞാൻ തന്നെയാണ്. ആ അവസ്ഥ ഒരു എഴുത്തുകാരന് വരാൻ പാടില്ലാത്തതാണ്. ആ അവസ്ഥയുടെ പേരിൽ, ആ അവസ്ഥ ഉണ്ടാക്കിയതിന്റെ പേരിൽ ഞാൻ കലേഷിനോട് നേരത്തെ തന്നെ ഞാൻ മാപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അത് ആവർത്തിക്കുകയാണ്. ഞാൻ നേരിട്ടിട്ടും കലേഷിനോട് ഇത് പറയാൻ ആഗ്രഹിച്ചു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേർക്കും തമ്മിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ അദ്ദേഹവുമായി, കലേഷുമായി സംസാരിച്ചത്, കലേഷ് പറഞ്ഞതുകൂടി എനിക്ക് തോന്നുന്നു ദീപാ നിശാന്ത് കേൾക്കുന്നത് നന്നാവും. വളരെ വേദനയുണ്ട്, അതിലൊരു കവിയുടെ ആത്മാർത്ഥതയുണ്ട്. ഒരു വലിയ ഒടുവിൽ സ്വന്തം കവിതയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എല്ലാം വിളിച്ചു പറയേണ്ടി വരുന്ന മലയാളത്തിലെ ആദ്യത്തെ കവിയായിരിക്കും. അതുതന്നെയാണ് കലേഷിനോട് മലയാളിക്കുള്ള സ്നേഹവും. പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കവിത എൻ്റേതാണെന്ന് തന്നെ വീണ്ടും എനിക്ക് സ്ഥാപിക്കേണ്ടി വരുവാണ് 8 വർഷങ്ങൾക്ക് ശേഷം. അതൊരു കവിയെ സംബന്ധിച്ച് വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു പുരുഷന്റെ വീക്ഷണത്തിലുള്ള കവിതയാണത്. അതിന് നറേറ്റർ ഒരു പുരുഷനാണ്. ഇവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ കവിതയിലെ നറേറ്റർ ശരിക്കും പറഞ്ഞാൽ നറേഷൻ നടത്തുന്ന ആള് സ്ത്രീയായിട്ട് മാറ്റി അവർ. അത് എങ്ങനെയാണ് അത് അങ്ങനെ ഒരു സാധനം മാറ്റുന്നത്? അതായത് മാറ്റുമ്പോൾ തന്നെ മൊത്തം പ്രശ്നങ്ങളും എങ്ങനെയാണ് സ്ത്രീയുടേതായിട്ട് മാറുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു കവിത വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു മീഡിയമാണ്. ചില വരികൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. അതായത് ഓട്ടോയ്ക്ക് പോകാൻ പോക്കറ്റിൽ ചില്ലി കാശില്ലാത്തതിനാൽ വഴിവക്കിലെ മരങ്ങളിലേക്ക് വലിഞ്ഞു കയറി കവരങ്ങളിൽ നിന്ന് കവരങ്ങളിലേക്ക് എത്തിപ്പിടിച്ച് നിന്റെ വീട്ടുമുറ്റത്തെ ചാമ്പമര ചില്ല വരെ എത്തി മുറ്റത്തേക്ക് വലിഞ്ഞിറങ്ങുന്നതിനിടെ താഴെ വീണ് മണ്ണ് പറ്റുമെന്നാണ് വരി. അതിൽ ഈ ഓട്ടോയ്ക്ക് പോകാൻ പോക്കറ്റിൽ ചില്ലി കാശില്ലാത്തെന്നുള്ള വരി അവർ അപ്പാടെ വെട്ടിക്കളഞ്ഞു. അതിനുശേഷമാണ് എങ്ങനെ ഇതൊക്കെ നമുക്കെങ്ങനെ സഹിക്കാൻ പറ്റും? നമ്മളുടെ ഒരു കവിത നമ്മൾ അത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ഒരു വാക്ക് തന്നെ കവിതയ്ക്കകത്ത് ഉപയോഗിക്കുന്നത്. ഈ വരികളൊക്കെ വെട്ടിമാറ്റിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ വരികളൊക്കെ എത്ര സുന്ദരമായിട്ടുള്ള വരികളാണ്. അത് വീണ്ടും പറയാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അത്തരം ഒരു വരിയെയും ആ കവിതയിൽ നിന്ന് മുറിച്ച് നീക്കിയിട്ടില്ല. ഞാൻ ഇത് ദീപാ നിശാന്ത് അല്ല ചെയ്തതെന്നും പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു. ഈ വിഷയം ഇത് കലേഷ് ഉന്നയിച്ചതിന് ശേഷം ശ്രീചിത്രനോട് ഇതേക്കുറിച്ച് ചോദിച്ചോ? ഇല്ല, ശ്രീചിത്ര ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്തിന് ശേഷമാണ് ഞാൻ കലേഷിന്റെ ഞാൻ ആ സമയത്തൊന്നും അങ്ങനെ എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു അപ്പൊ എന്റെ കൺമുമ്പിൽ കലേഷില്ല, കലേഷിന്റെ വാക്കുകളില്ല, കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കലേഷ് എന്ന വ്യക്തി, ശ്രീചിത്രൻ എന്ന വ്യക്തിയുടെ കവിത മോഷ്ടിച്ചിട്ടുള്ള ഒരാൾ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് കലേഷിന്റെ വികാരത്തിനെ ഒരു തരത്തിലും ഞാൻ അഡ്രസ് ചെയ്തിട്ടില്ല, കലേഷിലേക്ക് ഞാൻ ചെന്നിട്ടില്ല. പലരും വഴിയും ആ കവിത കലേഷ് 8 വർഷം മുൻപ് എഴുതിയതാണെന്നും അതിനൊരു വൈകാരിക തലമുണ്ടെന്നും, തീർച്ചയായിട്ടും ആ കവിത വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ്. അതിൽ കലേഷ് ഞാൻ വെട്ടിമുറിച്ചു എന്ന് പറയുന്ന ഭാഗം കലേഷിന് ഒരു പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം കൂടി ആയിരിക്കാം. അത് മറ്റൊന്നാക്കി മാറ്റി വികൃതമാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുന്നത് എന്റെ തെറ്റ് തന്നെയാണ്. പക്ഷെ കലേഷ് ആദ്യം തന്നെ പ്രതികരിക്കുമ്പോൾ തന്നെ കവിത മോഷ്ടിച്ചു എന്ന് മാത്രമല്ല, ആ കവിതയിലെ വരികളെ വികലമാക്കി എന്ന അലിഗേഷൻ, ആക്ഷേപം ആദ്യം തന്നെ ഉന്നയിച്ചിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ അവൻ അവൾ എന്നുള്ള അത് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന. പിന്നെ നമുക്കങ്ങനെ എന്താ പറയാ, വളരെ യുക്തിബദ്ധമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ ആ സമയത്ത്. ഈ എഴുത്തുകാരുടെ രോഷം പലതരത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ NS മാധവൻ പറഞ്ഞത് ദീപാ നിശാന്ത് കണാഗുണ പറയരുത് എന്നാണ് പറഞ്ഞത്. വൈശാഖൻ മാഷ് കുറച്ചുകൂടി ഒരു ഉപദേശ സ്വരത്തിൽ ഇനിയും നിങ്ങളെ പോലെയുള്ളവരുണ്ടാവണം, പക്ഷേ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഉപദേശങ്ങളെ ദീപാ നിശാന്ത് എങ്ങനെ ഏറ്റെടുക്കും? അവിടെ ദേവികയുടെ അതിനിശ്ചിത വിമർശനമുണ്ട്. ഞാൻ അവരുടെ എല്ലാ വികാരങ്ങളെയും ഞാൻ മാനിക്കുന്നു. കാരണം തെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെയാണല്ലോ. അതിന്റെ പരിസരങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നമ്മളത് ചെയ്യേണ്ടി വന്നതെന്നോ അല്ലെങ്കിൽ അതെന്തുകൊണ്ട് ചെയ്തു എന്നോ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് തെറ്റ്. സത്യത്തിൽ ദീപാ നിശാന്ത് വളരെ ആത്മവിശ്വാസത്തോടെ, അല്പം ധിക്കാരത്തോടെ ഫേസ്ബുക്കിൽ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞ പോലെ, അവരൊരു അധ്യാപികയല്ലേ, ഇവറ്റകളെ ഇപ്പോൾ ഒരു പൊതുപരിസരങ്ങളിൽ അടുപ്പിക്കരുത് എന്ന നിലയിൽ പോലും രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ പറയുന്ന ഭാഷ പ്രയോഗിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാള് ഇന്ന് തല താഴ്ത്തി ഭൂമി പിളർന്നു പോകും പോലെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഉണ്ടായിരിക്കാം. ഒരു കമന്റ് ബോക്സിൽ
ഒന്നാമതൊരു കമന്റ് എടുക്കുമ്പോൾ അതിന് തൊട്ട് മുൻപിലുള്ള കമന്റ് എന്താണെന്നും അതിന് ശേഷമുള്ള കമന്റ് എന്താണെന്നും നമ്മൾ പരിഗണിക്കണം. ഇതൊരു സന്ദർഭത്തിൽ നടത്തി ഏത് സന്ദർഭത്തിലാണ് ഞാനത് പറഞ്ഞത് എന്നുകൂടി നിങ്ങൾ ഓർത്തെടുത്താൽ മാത്രമേ എനിക്ക് അതിനുള്ള മറുപടി പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു കത്വ പീഡന കേസിലൊക്കെയുള്ള ആ ഒരു സംഭവത്തില് ആ പ്രതികളെ പോലും ന്യായീകരിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുള്ള ആളുകളോടുള്ള എന്റെ ഒരു അമർഷം തീർച്ചയായിട്ടും. അതൊക്കെ ശരിയാണ്. ഇവിടെ ഈ മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമായി ഈ കവിതാ മോഷണ പ്രശ്നം അവസാനിക്കും എന്ന് ദീപ നിശാന്ത് കരുതുന്നുണ്ടോ? എനിക്ക് അറിയില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും അത്തരം കാര്യങ്ങൾ ഞാൻ അഡ്രസ് ചെയ്തിട്ടേ ഇല്ല. അത്തരം കാര്യങ്ങൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം കേസല്ല ഇതിൽ പ്രശ്നം. വൈകാരികമായിട്ടുള്ള എനിക്കുണ്ടായ ആഘാതം, അതിലുപരി അതിന്റെ 100 ഇരട്ടി കലേഷന് ഉണ്ടായിട്ടുള്ള ആഘാതം, അതിനെ പരസ്പരം ബോധ്യപ്പെടുത്താൻ സാധിക്കുക എന്നതിലുപരി കേസിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഇതിനിടയിലൂടെ വെളിപ്പെട്ടത് ശ്രീചിത്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ കൂടി സംഭവിച്ചു. അതെ, അതിനൊരു കാരണമായി. അതൊരു ഞാനതിന്റെ കാരണമായി എന്നുള്ളത് എന്നെ ആഹ്ലാദിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷെ അതൊരു അങ്ങനെയും കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ദേവികയൊക്കെ പറഞ്ഞത് ഒരിക്കലും ദീപയ്ക്ക് ഈ 16-കാരിയുടെ ഒരു പ്രണയ പരാജയത്തിൻ്റെ ചതിപ്രയോഗത്തിൻ്റെ ഇരയാണ് എന്ന നിലയിലുള്ള വാദം ഉന്നയിക്കുന്നവരോട് പരമപുച്ഛമാണ് എന്ന് പറഞ്ഞു. അതായത് പിന്തുണച്ച് ചില വാദം ഉന്നയിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ദേവികയുടെ വാദമാണ്. മുമ്പ് പറഞ്ഞാൽ ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു പെണ്ണെഴുത്തിൻ്റെ പ്രതിനിധിയാണ് ദീപ എന്നൊക്കെ പറയുന്ന നിലയിൽ അവർക്കൊക്കെ ആക്ഷേപിക്കാനും ശരിവെക്കാനും സ്വയം ഒരു വഴിയൊരുക്കി എന്നുള്ളതാണ്. അത് ഒരിക്കലും ഒരു എന്താ പറയാ, ഇതിൽ ആ രീതിയിൽ അവരത് അഡ്രസ് ചെയ്യുന്നതിലാണ് എനിക്ക് വിഷമം. ഇത് സംഭവിച്ചിട്ടുള്ളത് അതൊന്നുമല്ല. ഞാൻ എന്റെ ഈ 37 വയസ്സുള്ള അനുഭവ പരിസരത്തില് ഞാൻ കടന്നു വന്നിട്ടുള്ള ധാരാളം വഴികളുണ്ട്, ധാരാളം ഇത്തരത്തിലുള്ള റിലേഷൻസ്, സൗഹൃദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലൊന്നും എനിക്ക് അത്തരത്തിലുള്ള ഒരു പിഴവ് വരുത്തിയിട്ടുള്ള കാലങ്ങളായിട്ട് അത്തരം പിഴവുകൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരാൾ. ഇതൊരു സൗഹൃദത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വിശ്വസിച്ചതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പിഴവാണ്. ആ പിഴവിനെ വേറെ തരത്തിലൊക്കെ അഡ്രസ് ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ആ പിഴവിന്റെ പേരിൽ ഞാൻ ഇനി എന്താണ് നഷ്ടപ്പെടുത്തേണ്ടി വരിക എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ എന്റെ ജോലി കളയണമെന്നും അല്ലെങ്കിൽ സർവീസ് ബുക്ക് പിടിച്ചു വെക്കണമെന്നും മറ്റു തരത്തിലുള്ള വീണ് കിടക്കുന്ന ഒരാളുടെ മീതെ താണ്ഡവമാടുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവർക്ക് പറയാനുള്ളൊരു അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഞാൻ തന്നെയാണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അവരോട് ഇത് പറയരുത് എന്ന് യാചിക്കാനോ ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ട് മാറി നിൽക്കാനോ ഉള്ള ഒരു അർഹത എനിക്കില്ല. ഇനി ജീവിതം മുന്നോട്ടുണ്ടോ എന്ന് പോലും ചിന്തിച്ച സമയമുണ്ടോ ദീപ നിശാന്തിനെ സംബന്ധിച്ച്? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരവാദത്തിന്റെ അത് വ്യക്തിപരമായ ഒരു സംഘർഷം. മനുഷ്യന് അപമാനമാണ് ജീവിതത്തില് ഏറ്റവും വലിയ ഒരു മനുഷ്യനെ തകർത്ത് കളയുന്നത് അപമാനം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ അതിനിടയിൽ ശ്രദ്ധിച്ച പ്രിയ AS എഴുതിയത് വായിച്ചിരുന്നു. പ്രിയ എന്നെ വിളിച്ചിരുന്നു. പ്രിയ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടെന്ന് തോന്നുന്നു. ഞാനത് കണ്ടില്ല. ആ സാഹചര്യത്തിൽ നമ്മളത് വായിക്കൊന്നുമില്ലല്ലോ. പക്ഷെ അത് പോസ്റ്റ് ഇട്ടതിന് ശേഷം പ്രിയയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു ആദ്യം രോഷാകുലയായി തന്നെയാണ്. അതെ 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 ആയിരിക്കാം. സ്വാഭാവികമാണല്ലോ. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അവരത് പ്രതികരിക്കണം. ഞാനായാലും ചിലപ്പോൾ മറ്റൊരാൾ ചെയ്യുന്ന ഈ തെറ്റിന് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യുക. അതെനിക്ക് പരിഗണന മൃദു സമീപനമൊന്നും ഞാൻ ചെയ്യുമായിരുന്നില്ല. അതെനിക്കറിയാം തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ എനിക്ക് വ്യക്തികളുടെ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതാണ് എന്നൊരു ബോധ്യം ഇപ്പൊ എനിക്കുണ്ട്. പഠിച്ച പാഠം ജീവിതത്തിൽ നമ്മള് പാഠപുസ്തകങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത ചില പാഠങ്ങളുണ്ടല്ലോ. ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ മാത്രം നമ്മൾ പഠിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ആ ഒരു പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രിയയുടെ വാക്കുകൾ ഒരു 1.5 മണിക്കൂർ സമയം പ്രിയ എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. ആ 1.5 മണിക്കൂർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ എനിക്ക് എൻ്റെ മാനസികാവസ്ഥ പഴയ രീതിയിൽ തിരിച്ചു കിട്ടുമായിരുന്നില്ല. അത്രയും പ്രിയ വൈകാരികമായിട്ട് നമ്മെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്നാ അയാള് ഈ ആശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു കാട്ടിയിട്ടുള്ള ഒരു ആശ്വാസമല്ല, മറിച്ച് ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു ഈ സാഹചര്യം എന്താണെന്ന് പ്രിയ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രിയക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ പ്രിയ പോലെയുള്ള ഒരുപാട് എഴുത്തുകാരികള് സംഭവിച്ചത് തെറ്റാണ്. തെറ്റ് മാപ്പ് പറഞ്ഞതിൽ ഉള്ള വിമർശനമുണ്ട്. മാപ്പ് വളരെ അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് അവരുടെയൊക്കെ ഒരു നിർദ്ദേശം. എഴുത്തിലൂടെ തന്നെ അല്ലെങ്കിൽ ജീവിതത്തിൽ കരുത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. അത് അതിനൊരു സമയം എടുക്കൂല. നമുക്ക് ഈ ഒരു പ്രതിസന്ധിനെ പെട്ടെന്ന് മറികടക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും തിരിച്ചു വരും. ആ ദിവസങ്ങളിൽ വേറൊന്നുകൂടി വളരെ ആസൂത്രിതമായി നടന്നു. അത് ഈ കേരളത്തിൽ സംഘികളാകെ നിങ്ങളെ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന ഒരു പ്രക്രിയയാണിത് എന്ന നിലയിൽ ഒരു മറുവാദവും ഉന്നയിച്ചു.
അതിൻ്റെയും കൂട്ടുപ്രതിയായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ശ്രീചിത്രനാണ് അത് തുടങ്ങി വെച്ചത്, പക്ഷെ അതിൻ്റെ കൂട്ടുപ്രതി കൂടിയായി. ഒരു വലിയ കള്ളമായിരുന്നു. അതെ അതെ, ഞാൻ അത്തരം കള്ളങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശ്രീചിത്രനാണ് ആ ഒരു ഇരവാദം ഉന്നയിച്ചിട്ടുള്ളത്. ആ പോസ്റ്റില് കേരളത്തിലെ സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നത് കൊണ്ട് എന്നെ ഇരയാക്കുകയാണ് എന്ന മട്ടിൽ സംസാരിച്ചിട്ടത് അയാളാണ്. ഞാൻ അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളും എവിടെയും നടത്തിയിട്ടില്ല. കാരണം അതൊരു വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒട്ടും രാഷ്ട്രീയമല്ല, അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു പിഴവാണ്. ആ പിഴവ് വ്യക്തികൾ തന്നെയാണ് അംഗീകരിക്കേണ്ടത്. അതൊരിക്കലും ഒരു ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ശ്രീചിത്രനും ദീപാ നിശാന്തിനും സംഭവിക്കുന്ന പിഴവല്ല, രണ്ട് വ്യക്തികൾക്ക് സംഭവിച്ചിട്ടുള്ള പിഴവ്. പക്ഷെ നിങ്ങളൊരു ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ട് ആ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളോ എന്നൊരു വലിയ ചോദ്യം കൂടി അതിനകത്തില്ലേ? ഞാൻ ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ വക്താവോ അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പർഷിപ്പുള്ള ആളും അല്ല. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ ഞാൻ പറയുന്ന എന്റെ പിഴവുകൾ എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ പിഴവുകളായിട്ട് വ്യാഖ്യാനിക്കുന്നത്? ശരിയാണ്. പക്ഷെ ഇപ്പോൾ തൃശ്ശൂർ തന്നെ നടന്ന സാറ ടീച്ചറും രാവുണ്ണിയൊക്കെ സംഘാടകരായിട്ടുള്ള പരിപാടിയിൽ നിന്ന്, ജനസദസ്സിൽ നിന്ന് മാറ്റി നിർത്തി, ശ്രീചിത്രനെയും മാറ്റി നിർത്തി. ജനാഭിമാന സദസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ള വാർത്താപത്രം ഞാൻ പോയില്ല, പക്ഷെ വാർത്താപത്രത്തിൽ കണ്ടിരുന്നു. ആ വാർത്ത ആരും ആഘോഷിച്ചിട്ടില്ല. ശ്രീചിത്രനെ ആയിരുന്നു സെമിനാറിനെ വിളിച്ചിരുന്നത്. ഞാനൊന്നും ഒരു സെമിനാർ അതില് നോട്ടീസിൽ പേര് വെക്കുന്നത് പോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. മാറ്റി നിർത്തി എന്നുള്ളൊരു വാർത്ത വരുമ്പോഴാണ് ഞാനതിലുണ്ടായിരുന്നത്. രണ്ടുപേരെയും കൂടി ചേർത്ത് വെച്ച് പറയുന്നതിൽ അസ്വസ്ഥതയുണ്ട്. തീർച്ചയായിട്ടും അസ്വസ്ഥതയുണ്ട്. കാരണം ഒരു കാപട്യം നിറഞ്ഞൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ പേരിനോട് ചേർത്ത് എന്റെ ഒരു പിഴവ് ആഘോഷിക്കപ്പെടുന്നതിൽ എനിക്ക് വളരെ അസ്വസ്ഥതയുണ്ട്. പക്ഷെ ആ അസ്വസ്ഥത ഞാൻ സഹിച്ചേ മതിയാവുള്ളൂ. ഒരുപക്ഷെ ഈ മോഷണം അങ്ങനെ തന്നെ മുഖത്ത് നോക്കി പറയുന്നതിൽ ഒട്ടും ദുഃഖം തോന്നേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഈ കോപ്പിയടി എന്ന് പറയുന്ന ആക്ഷേപം, ഇത് രണ്ടും സംഭവിച്ചു. ഇനി അത് തിരിച്ചറിയാതെയാണ് പോയിരുന്നതെങ്കിൽ എന്തായിരുന്നു? ഇപ്പൊ അതൊരു ചെറിയ മാഗസിനാണ്, കുറച്ച് ആളുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ എന്ന് ദീപ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇതാരും തിരിച്ചറിയാതെ പോയി ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിത് അത്രയും ബോധപൂർവം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ആ ഈ കവിത ഈ തർക്കങ്ങളും ബഹളങ്ങളും ഈ മോഷണ പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ട് പോയാൽ ആ നിലയിൽ ഒരു കവിയായി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ദീപ നിശാന്തിന് വരും. ഇല്ല, ഒരിക്കലേക്ക് ഈ ഒരു ജേണലില് പ്രസിദ്ധീകരിച്ച് ഞാൻ ഒരിക്കലും ഇത് തുടരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഇത് ഒരു നേരത്തെയും കവിത എഴുതിയിട്ടുണ്ട്. എനിക്ക് കവിതയും കഥയും എന്റെ പ്രവർത്തന മേഖലയൊന്നുമല്ല. ഞാൻ വല്ലപ്പോഴും ഭാഷാഭൂഷണിലും അതൊന്നും മോഷ്ടിച്ചിട്ടുള്ളതല്ല കേട്ടോ. എനിക്ക് പേടിയാണ്. കവിത എഴുതിയിട്ടുണ്ടെന്ന് പറയാൻ പോലും എനിക്ക് പേടിയാണ്. ഇനി അതാരുടേതാണ് എന്ന മട്ടിലുള്ള ചോദ്യങ്ങളും ഓർമ്മക്കുറിപ്പ് ആയതുകൊണ്ട് അതുപോലും ഈ കുന്നോളമുണ്ടല്ലോ ഭൂതകാല കുളിർ എന്ന തലക്കെട്ട് കോപ്പിയടിയാണ്. അതെ, അത് കോപ്പിയടിയാണ്. അത് എനിക്ക് മുട്ടത്തനെയല്ല ഭൂതകാല കുളിർന്ന KGSന്റെ പ്രയോഗം, വളരെ പ്രശസ്തമായിട്ടുള്ള പ്രയോഗത്തിൽ നിന്ന് തന്നെയാണ് ആ തലക്കെട്ടിലേക്ക് കുന്നോളമുണ്ടല്ലോ ഭൂതകാല, അതിന്റെ മറുപടിയായിട്ട് തന്നെയാണ് ആ പ്രയോഗം വരുന്നത്. അതെങ്ങനെയാ കോപ്പിയടിയാവുന്നത്? അങ്ങനെയാണെങ്കിൽ പൂവമ്പഴം എന്ന പേരിൽ ബഷീറും കാരൂരും ബി മുരളിയും ഒക്കെ കഥകൾ എഴുതുമ്പോൾ ഇതൊക്കെ ഇവര് ആരെയാണ് കോപ്പി അടിച്ചിട്ടുള്ളത്? പക്ഷെ അതൊക്കെ ആ വിമർശനം വരുമ്പോൾ ഈ നിലയിലൊന്നും വന്നിട്ടില്ല. അതിന് നല്ല അന്തസ്സായ മറുപടിയും വന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചില മോഷണ വാസനയുണ്ട് എന്നൊക്കെ അന്ന് എഴുതിയത് ഒരുപക്ഷെ അതൊക്കെ ഇപ്പൊ ഈ സമയത്ത് അതിനൊക്കെ ആ വ്യക്തികളൊക്കെ ഇതൊക്കെ ഒരു അവസരം മുതലെടുക്കുകയാണ്. പിന്നെ ഞാൻ ട്രോളിയിട്ടുള്ളത് അതാണ്, ആ വ്യക്തികൾക്കൊക്കെ അവരുടെ പുസ്തകത്തിൽ നിന്നാണ് ഈ തലക്കെട്ട് കിട്ടിയത് എന്ന് സമർത്ഥിക്കാനുള്ള ഒരു അവസരമായിട്ട് അവർ ഇതൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ദീപ നിശാന്ത് എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ അനുഭവത്തിൽ നിന്ന് ഒരു മറുപടി നൽകുക? വ്യക്തിപരമായിട്ട് പിഴവുകൾ സംഭവിക്കാത്ത മനുഷ്യരൊന്നും ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പിഴവുകൾക്ക് അവർ വില കൊടുക്കേണ്ടി വരുന്ന അവരുടെ നിലപാടുകളും അല്ലെങ്കിൽ അതുവരെയുള്ള ജീവിതാനുഭവങ്ങളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട്, അവരുടെ പരിസരങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ട് അവരൊരു കുറ്റവാളിയായിട്ട് എല്ലാ കാലത്തും പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കണം എന്നുള്ളത് ഒരു ക്രൂരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ നിശബ്ദയാകും, ഞാൻ ഇനി ഇത് പുറത്തേക്ക് ഇറങ്ങരുത്, അങ്ങനെയല്ല. ദീപ നിശാന്ത് എന്നുള്ള വ്യക്തി തീർന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അത് കാലം തെളിയിക്കേണ്ടതാണ്. ഒരു മാപ്പ് ഇരക്കുന്നത് അത് കലേഷിനോട് മാത്രമാണ്. അതെ, തീർച്ചയായും കലേഷിനോടും വായനാ സമൂഹത്തോടും തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ, ഭാഷയോടും അതൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആ മാപ്പ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ആ മാപ്പിന് വില കൊടുക്കേണ്ടി വരുന്ന ഇനി തുടർന്നുള്ള എന്റെ ജീവിത പരിസരങ്ങൾ അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് എന്നാവശ്യപ്പെടുന്നവരോട് എനിക്കതില്ല എന്നേ പറയാനുള്ളൂ. താങ്ക് യു.